എവിടെ കാണുന്നില്ല? താഴെയുണ്ട്. ഞാൻ ഇൻവിറ്റേഷൻ കൊടുക്കാം. ആരും മോഡറേറ്റ് ആയിട്ടില്ലേ? ഓക്കെ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മാരത്തോൺ ഡാഷിന്റെ എനിക്ക് ന്യൂസ് വല്ലതും ഉണ്ടോ? പറയാനായിട്ടുള്ള ഇതാണ്, ആദ്യമായിട്ട് അച്ചുമുച്ചാന്റെ റൂം രാവിലെ 10:30 വരെ നടന്നിട്ട് പിന്നെ ആ റൂം നടന്നില്ല. എന്നിട്ട് ഓരോരുത്തരൊക്കെ വലിയ ഗീർവാണം അടിച്ചുകൊണ്ട് പോകുന്നു. അത് ഞാന് ഇവിടെ നിന്ന് കേട്ടത് ഇങ്ങനെയാണ്, വാരിയർ ബ്രദർ റൂം ഇടുന്നു, അത് കാരണം റൂം ക്ലോസ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളുടെ റൂം എൻഡ് ചെയ്തത്. പക്ഷേ സാധാരണ അച്ചുമുച്ചാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്, നമ്മള് അച്ചുമുച്ചാൻ ഇവിടെ അടുത്ത റൂമിന്റെ ഒരു ലിങ്ക് ഇവിടെ ഇട്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ചുമുച്ചാൻ ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് അതിനുശേഷം പിന്നെ നമ്മളിവിടെ പ്രാർത്ഥിച്ച് നമ്മള് റൂം എൻഡ് ചെയ്യാണ് പതിവുള്ളത്. ഒരുത്തൻ ഗീർവാണം അടിച്ച് മാമൻ സാറ് അങ്ങനെ തന്നെയാണ് ഇന്നും ചെയ്തത്. പക്ഷേ ഇതിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോ സിൻഡിക്കേറ്റ് കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. നമ്മൾ ഇതിൽ പോകാൻ കാരണം പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ സംഭവിച്ചെന്നു ചോദിച്ചാൽ എനിക്കൊന്ന് വാരിയർ ബ്രദർ നൈറ്റ് സമയമല്ല, അദ്ദേഹം ക്ഷീണിതരായിരുന്നു. ചിലപ്പം നമ്മുടെ ടോക്ക് ഒരു 15 മിനിറ്റിക്കുള്ളിൽ അരമണിക്കൂറിൽ നീളെന്ന് അദ്ദേഹം പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മൾ ഇച്ചിരി ഒരു 10-40 മിനിറ്റ് മുന്നോട്ട് പോയായിരുന്നു. അപ്പൊ അദ്ദേഹം ചിലപ്പോൾ ഉറങ്ങിപ്പോയതായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും സാരമില്ലല്ലോ, കാര്യം നമ്മളുടെ അത്യാവശ്യ സമയത്തൊക്കെ നമുക്ക് വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷെ നമുക്കിപ്പോ അറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാം. പക്ഷെ നമുക്ക് ഒന്നെങ്കിലും ഒരു ലാപ്പ് അല്ലെങ്കിൽ ഒരു ഡെസ്ക്ടോപ്പ് നമ്മുടെ കയ്യിൽ വേണം. പക്ഷെ എനിക്ക് അതിനകത്ത് ഒരു രോഷം വന്നിരുന്നത് എന്നാണെന്ന് പറഞ്ഞാൽ യുവന്മാരെ കാര്യം നമ്മൾ പ്രത്യേകിച്ച് ക്രിസ്ത്യൻസ് എന്ന് പറയുകയാണെങ്കിൽ നല്ല ഈ ടെക്നോളജിയിലും മറ്റുള്ള കാര്യങ്ങളിലെയൊക്കെ നമ്മളെയൊന്നും വെല്ലാനായിട്ട് ഇവർക്ക് പറ്റത്തില്ല. അന്നേരം ഇവര് തെരുവറഞ്ഞ് തോപ്പിക്കാനേ ഇവർക്ക് പറ്റുള്ളൂ. അന്നേരം ഈ ഒരു രീതിയിൽ വരുമ്പം ഇവന്റെ ഈ ഒരു ഉമ്മാക്കി കാണിച്ചുകൊണ്ടത് ഇല്ല ബ്രദറെ, നമ്മളിപ്പോ അങ്ങനെ ചിന്തിക്കണ്ട. കാരണം ഇന്ന് രാവിലെ അവൻ വീണ്ടും കയറി വന്ന് വീണ്ടും ബോബി ബ്രദർ ഇറക്കുകയും പിന്നെയാണ് വാരിയർ ബ്രദർ വന്നിട്ട് എന്നാ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞൊരു സജഷൻ വെച്ചതാണ് പുള്ളിക്കാരൻ. അല്ലാതെ ഇത് ക്ലോസ് ചെയ്ത് കളയാന്നുള്ള രീതിയിലല്ല. പക്ഷെ സംസാരിക്കുമ്പോഴെല്ലാം അവൻ ഡിസ്റ്റർബ് ചെയ്യായിരുന്നു. എനിക്ക് തോന്നുന്നു മാസീവ് റിപ്പോർട്ടിംഗ് ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം. ഇല്ല, തീർച്ചയായിട്ടും നമ്മള് ഇത് കാര്യം ഇത് ക്ലബ് ഡെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലബ് ഹൗസുമായിട്ട് നിൽക്കുന്ന ഒരു അതിന്റെ ഒരു സബ്സിഡറി ആപ്പൊന്നുമില്ല. അതൊരു എക്സ്റ്റേണൽ ഒരു ആപ്പാണ്. ഇതിലേക്ക് ഡെസ്ക്ടോപ്പ് വഴി വിൻഡോസ് വഴി കയറാനായിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കിയിരിക്കുകയാണ്. അന്നേരം അതിനകത്തുള്ള ബഗ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനകത്തേക്ക് കയറി വന്നിട്ട് ഈ കാര്യങ്ങൾ ഓക്കെ വെനെവർ വി നോ സംതിങ് നമ്മൾ അതെല്ലാം അടച്ചു പൂട്ടി താഴിട്ട് ഇവനെയൊക്കെ റെഡിയാക്കാനായിട്ടുള്ള കാര്യങ്ങൾ അറിയാം. പക്ഷെ അതൊക്കെ നേരത്തെ തന്നെ വാരിയർ ബ്രദർക്ക് അറിയാം. നമ്മൾ അച്ചുമുച്ചാന്റെ റൂമിൽ വെറുതെ കയറി വന്നിട്ട് സംസാരിക്കാതിരുന്ന് അതിനകത്ത് നിന്നുണ്ട് ഇവര് മറ്റേ ഇതിന്റെ ആ ഒരു ഇവർക്ക് C++ ഇതുമാതിരി പ്രോഗ്രാമിങ് അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവർക്ക് ചെയ്യാനായിട്ട് പറ്റും. അത് വാരിയർ ബ്രദർ പതുക്കെ പലപ്പോഴും പലരുടെ പറഞ്ഞിട്ട് അതിന്റെ സ്ക്രീൻഷോട്ടും ഒക്കെ നമുക്ക് ഇട്ടിട്ടുണ്ട്. അന്നേരം നമ്മുടെ ആൾക്കാര് മോശമൊന്നുമല്ല ഏതായാലും. പക്ഷെ എനിക്ക് ഞങ്ങള് റൂമിലുണ്ട് 2:30 വരെ ഇന്നലെ രാത്രി 2:30 വരെ റൂം ഇട്ട് നല്ല വൃത്തിയായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട്. റീപ്ലേസ് ഓണാണ് സിൻഡിക്കേറ്റില്. എന്നിരുന്നാലും പകല് ഞാന് റൂമിന് താഴെ വന്നിട്ടുണ്ട് അതേ വന്നോട്ടെ സിസ്റ്ററെ. അനു ഗസ് എന്നും പറഞ്ഞിട്ട് എടാ നിനക്കൊക്കെ പോയി ചാവാൻ പാടില്ലേ, എന്തിനാടാ ഇങ്ങനെ ഒരു ഐഡിയോളജിയും കൊണ്ടുവന്നിട്ട് നീ നല്ല പോലെ നിന്റെ ഉസ്താദോ നീയോ ആരെങ്കിലും വന്നിട്ട് വായി ചീത്ത അല്ലാതെ വേറെ എന്തെങ്കിലും വരുന്നുണ്ടോ? ഞങ്ങൾ ആരെങ്കിലും നിന്റെ ഇടയ്ക്കിലൊക്കെ ചീത്ത പറയുന്നുണ്ടോ? നമ്മൾ നിന്റെ ഖുറാനും ഹദീസും ഒക്കെ വായിച്ചിട്ട് ഇവൻ എന്നെ ഭീഷണിപ്പെടുത്തി എന്റെ ജോലി കളയുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് നടക്കുക. എടാ എനിക്ക് ഗൾഫുകാരുടെ ജോലിയൊന്നും വേണ്ട, അല്ലെങ്കിൽ നിന്റെ ഈ അഫ്ഗാനിസ്ഥാനിലെ ജോലിയും കാര്യങ്ങളൊന്നും വേണ്ടല്ല. ഞാൻ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരുത്തനാണ്, ഞാനൊരു ഇന്ത്യൻ പൗരനാണ്.
എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജീവിക്കാനായിട്ടുള്ള സംഗതികളൊക്കെ കർത്താവ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ വന്നിട്ട് നിന്റെ അടുക്കെ വന്ന് മറ്റേ അറബികളുടെ നീ അവിടെയൊക്കെ കുത്തുകഴുകാൻ പോകുന്ന മതി പോയിട്ട് ഞാൻ അവിടെ വന്നിട്ട് അങ്ങനെയല്ലേ ഞാൻ അകത്താവും. അത് സക്കീർ നായിക്കൊക്കെ പറഞ്ഞു കൊടുത്ത ഒരു ഐഡിയ ആണ്. ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ വിസിറ്റിനോ മറ്റുള്ള കാര്യങ്ങളിലോ അവിടെ ചെല്ലുകയാണെങ്കിൽ കാര്യം ഇവരെ നോക്കി ചുണ്ണാമ്പ് തേച്ച് വയ്ക്കുക. ഒരു സാജനുണ്ട്, ഒരു വില്ലോറ്റുണ്ട് കേട്ടോ. എസ് ജെ എന്ന് പറഞ്ഞ ഒരു സംഗതി, ഒരു വില്ലോറ്റ് 2 ഉണ്ടോ? വില്ലോറ്റ് അത് തുറക്കുന്നുണ്ട്. ഈ എസ് ജെ സാജൻ അത് നോക്കിയോ. നേരത്തെ അതിന്റെ താഴെ ഒരു അനുഗസ്റ്റ് ഇരിപ്പുണ്ട്. സാധനം തുറക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, ബാക്ക് ടു സബ്ജക്ട്. നമുക്ക് ഇന്ന് വളരെ സന്തോഷിക്കേണ്ട ഒരു ദിവസമാണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്തുൺ താഷിന് ഡയറക്റ്റ് ആയിട്ട് ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ. നമ്മുടെ മക്കളൊക്കെ അത് വായിച്ചിട്ടുണ്ടായിരിക്കും. അന്നേരം തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ, ഒരു ഇമെയിൽ അയക്കുമ്പോൾ, ഓക്കെ, പേഴ്സണലായിട്ട് കുറെ അധികം കാര്യങ്ങൾ അവർക്ക് അത് പറയാനായിട്ട് പറ്റും. അന്നേരം ആദ്യത്തെ ഒരു ഇമെയിൽ കിട്ടിക്കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് അതൊരു വിശ്വാസമായില്ല. അത് കഴിഞ്ഞപ്പോൾ ഉടനെ പറഞ്ഞു, ഓക്കെ, പേഴ്സണലി നമ്മൾ തമ്മിലുള്ള കാര്യങ്ങൾ. അന്നേരം 1 അല്ല 3 കാര്യങ്ങൾ. അന്നേരം ഹീസ് വെരി സാറ്റിസ്ഫൈഡ്. അതുകൂടാതെ ജയസ്മിത്ത് പറഞ്ഞ ഇതാണ്, ദിസ് ഈസ് ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് ആണ് എൻ്റെ സഹോദരിയിൽ നിന്ന്. വെനെവർ ഷീ വാണ്ട്, ലെറ്റ് ഹെർ കം ഔട്ട്. ഓക്കെ, വി വിൽ നോട്ട് ബോദർ ഹെർ, ഇറ്റ് ഈസ് എ വെരി ഗുഡ് തിങ് എന്നുള്ള ഒരു രീതിയിൽ അത് പറഞ്ഞു. അത് വളരെ ഒരു സന്തോഷമാണ്. പിന്നെ രണ്ടാമത് ഇപ്പം ഇവന്മാരുടെ കാര്യം, ഈ അള്ളാഹുവിന് മറ്റേ ഷഹീദാകാനായിട്ട് നടക്കുന്ന ആൾക്കാർക്ക്, അത് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ. അപ്പോൾ ഞാൻ ഒരു കൊച്ചു കുഞ്ഞിന്റെ ഫോട്ടോ ഉണ്ട്, ഏകദേശം ഒരു 4-5 മാസം പോലും ആയിട്ടില്ല. ആ കൊച്ചിന്റെ അരികിൽ ഒരു വലിയ ഗണ്ണ്, ഒരു വലിയ കത്തി, ഒരു നമ്മള് ഈ പറയുന്ന മാതിരി ഒരു ഗ്രനേഡ്, ഇതെല്ലാം വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുക, കൊച്ചു കുഞ്ഞ്. അന്നേരം അതാണ് ഇവരുടെ മൈൻഡ്. നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ വളരെയധികം ഇപ്പം ഹെസ്ബുള്ള വളരെ ആക്റ്റീവായിട്ട്, കാര്യം അയാളുടെ അവിടുത്തെ ഒരു കമാൻഡർ, അയാളുടെ പേര് ഞാൻ നേരത്തെ ഓർത്തിരുന്നതാണ്, വായിക്കൊള്ളാത്ത പേര്, അതെന്തോ ആയിക്കോട്ടെ. സുലൈമാനി എന്ന് പറഞ്ഞ അയാളെ കഴിഞ്ഞിട്ട് ഏകദേശം 1 കൊല്ലമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് സിറിയയില് ഇവരുടെ സീനിയർ കമാൻഡറാണ്. അത് ഹെസ്ബുള്ളയുടെ അവിടുത്തെ തലവനായ നസറുള്ള, അവരൊക്കെ ആയിട്ടുള്ള ഫോട്ടോയും, ഈ സുലൈമാനി എന്ന് പറഞ്ഞ ഇറാഖിൽ വെച്ചിട്ട് അമേരിക്ക കൊന്നുകളഞ്ഞു അല്ലെങ്കിൽ വധിച്ച അയാളുടെ ആയിട്ടൊക്കെ ഉള്ളൊരു ഫോട്ടോ ഉണ്ട്. അവര് 2-3 ദിവസം മോർണിംഗ് ആണ് ഇന്ന് അയാളുടെ ജന്മനാട്ടിലേക്ക് അയാളുടെ ബോഡി കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ ഒരു വലിയ ആൾക്കാർ വലിയ പൊസഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ടായി. അതിന് പകരം ഹെസ്ബുള്ള ഇപ്പൊ ഏകദേശം 10-18-20 റോക്കറ്റോളം ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ട്. അതിന് ശക്തമായിട്ടുള്ള തിരിച്ചടി അത് അങ്ങോട്ടും കൊടുക്കുന്നുണ്ട്. അന്നേരം ഇപ്പം വാർ ഫ്രണ്ട് 7 വാർ ഫ്രണ്ട് ആണ്. അന്നേരം ഞാൻ ഇന്നാണ് അത്ഭുതപ്പെട്ട, ഈ നമ്മള് ജൂദിയ ആൻഡ് സമീരിയ, അതും ഈ വെസ്റ്റ് ബാങ്കും ഇതുമായിട്ട് നിൽക്കുന്നതാണ്. അത് ഇസ്രായേൽ അങ്ങനെ തന്നെ പറയുന്നു. അന്നേരം അത് 2, ഹെസ്ബുള്ളയുടെ 3, ഹമാസിന്റെ 4, ഹൂത്തിയുടെ 5, ആൾക്കൂട്ടത്തിൽ സിറിയ 6, ലെബനോൻ 7 ഫ്രണ്ടിൽ ഒരേ സമയത്ത് നിന്നിട്ട് ഇസ്രയേല് ഇപ്പൊ അതിന്റെ ഫൈറ്റിങ്ങിലാണ്. അന്നേരം അവര് പറയുന്ന ഇതാണ് കാര്യം, ഇതിന്റെ സെന്റർ ഗാസയിലോട്ടായി. കാര്യം അത് വളരെയധികം പോപ്പുലേറ്റഡ് ഏരിയ ആണല്ലോ. അന്നേരം അവിടെ തീർച്ചയായിട്ടും ശരി, നമുക്ക് ഇസ്രായേലിന് സോൾജേഴ്സിന് നഷ്ടം വരും, തീർച്ചയായിട്ടും ശരി. പക്ഷെ ഓരോരുത്തരെ മരിച്ചുപോയ സോൾജേഴ്സിന്റെ അവരുടെ ലെറ്ററും ഒക്കെ ഉണ്ട്. നിങ്ങളുടെ ഫാദറിനും മദറിനും ഒക്കെ ആയിട്ട് എഴുതുന്ന നിങ്ങള് നല്ല ഇതായിരുന്നു. പക്ഷെ ഫൈനലി അവരെഴുതുന്ന ഇതാണ്, ഇസ്രായേൽ രാഷ്ട്രത്തിനും ഇസ്രായേൽ ജനതയ്ക്കും വേണ്ടിയിട്ട്. അത് എനിക്ക് അതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ലെന്നുള്ള ഒരു മോറൽ ആയിട്ട് അവരുടെ ആ ഒരു ഇത് അവരിൽ നിന്ന് അവരുടെ ആ ദേശസ്നേഹവും അവരുടെ ആ ഒരു ഇതും. അതുപോലെ തന്നെ ഒരു ഇസ്രായേൽ സോൾജിയർ അയാളിപ്പം റിലീവിങ്ങിന് എന്ന് വെച്ചാൽ വാർ ഫ്രണ്ടിൽ നിന്ന് അയാൾ റിലീവിങ്ങിന് വീട്ടിൽ വന്നിട്ട് അയാൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അന്നേരം അയാളുടെ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ഉള്ളതാണ്. നേരത്തെ അയാൾ റെഗുലറായിട്ട് ഇട്ടിരുന്നതാണ്. ഒരു ഷോർട്ട് പീരീഡിന് അവർക്ക് ഒരു ലീവ്, എന്നിട്ട് അയാൾ തിരിച്ചു പോകുന്നതാണ്. അന്നേരം ഇപ്പം പാലസ്തീൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരുന്ന ബില്യൺ കണക്കിന് പൈസ, അത് യുണൈറ്റഡ് നേഷൻസിന്റെ
അവരുടെ ആ ചാരിറ്റി ഫണ്ട്, അതിന്റെ ഒരു കണക്ക് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഈ ഇരിക്കുന്ന സമയത്ത് ഞാൻ ചാറ്റിലിടാം. ഒരു മാസം ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പൈസ, അത് മുഴുവൻ സിമെന്റിനും, ആ സിമെന്റും ഒക്കെ ഇതാണ് ഇവർക്ക് കാര്യം. ഇവർക്ക് വീട് കെട്ടാനും മറ്റതിനും കൊടുത്തിരിക്കുന്നത്. ഇവർ ഇതുകൊണ്ട് ടണലിന് ഉപയോഗിച്ചു. ഇപ്പം വലിയൊരു അലിഗേഷൻ നിൽക്കുന്ന ഇതാണ്, അതിപ്പോ പലസ്തീനിയൻ ജനങ്ങളുടെ ഇടയ്ക്ക് നിന്ന് തന്നെ വന്നിരിക്കുന്നത്. UN വർക്കേഴ്സ് മുഴുവൻ ഹമാസാണ്. അവരുടെ ആംബുലൻസുകൾ ഓടിക്കുന്നതും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഹമാസ് തന്നെയാണ്. അവർക്ക് കിട്ടുന്ന ഫുഡ് സപ്ലൈസും മറ്റുള്ള കാര്യങ്ങളും ഹമാസിന്റെ കയ്യിലേക്ക് കിട്ടിയിട്ട് ഹമാസിന്റെ തന്നെ പോലീസുകാരാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അന്നേരം അവർക്ക് വേണ്ടിയിട്ടുള്ള എടുത്തിട്ട് എന്തെങ്കിലും ഇവർക്ക് കിട്ടിയാൽ കിട്ടിയെന്നുള്ള രീതിയിലാണ് അവർക്ക് അത് കിട്ടുന്നത്. ഈ കൂട്ടത്തില് അത് വരുമ്പോൾ ഇപ്പം അവിടുത്തെ ജനങ്ങൾ തന്നെ ഇവർക്കെതിരായിട്ട് സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇവര് സംസാരിക്കുന്ന സമയത്ത് അൽജസീറ ആ ഒരു പാർട്ട് പെട്ടെന്ന് തന്നെ ക്യാമറമാനും മറ്റതും നേരെ തിരിഞ്ഞിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ അത് മറ്റുള്ള ചാനലുകൾ എടുത്തിട്ട്, ഇപ്പം ILTV എന്നും പറഞ്ഞിട്ടുള്ള ഇസ്രായേലിന്റെ ചാനലുണ്ട്, അതുപോലെ തന്നെ I24 എന്നും പറഞ്ഞുകൊണ്ട്, TV5 എന്നും പറഞ്ഞിട്ട്, TV7 എന്നും പറഞ്ഞിട്ട് ഇസ്രായേലിന്റെ ചാനലുണ്ട്. അവര് ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ എടുത്തിട്ട് അവര് പബ്ലിക്കായിട്ട് അത് കൊടുക്കുന്നുണ്ട്. ഇപ്പം റെഡ് സീയിലേക്കുള്ള ആ ഷിപ്പിംഗ് ലൈൻ, അത് 18 എന്ന് വെച്ചാൽ ഇന്ന് 6 or 7 കപ്പലെ അവർ ആക്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതിനകത്തൊന്നും ആളപായ ഇല്ല, മറ്റുള്ള ഡാമേജസും ഇല്ല. പക്ഷെ ഒരുമാതിരിപ്പെട്ട ഷിപ്പിംഗ് കമ്പനികൾ മുഴുവൻ ബ്രദറെ, എന്റെ ഒരു ചോദ്യം, ഈ ഒരു ഹൂത്തികള് നമ്മുടെ ഇന്ത്യ ഇവിടെ നിന്നുള്ള ഷിപ്പിന് ഇത് ഇല്ലേ? ഇന്ത്യക്കാരിപ്പോ അങ്ങോട്ട് ചെല്ലുമല്ലേ? അതിന് തോമസ് ബ്രദറെ എന്തോ 200 നോട്ടിക്കൽ മൈൽ അപ്പുറമുള്ള നമ്മുടെ ഈ മംഗലാപുരത്തോട്ട് വന്ന ഒരു ഷിപ്പിനെയാണ് അവര് ഇത് ചെയ്ത് 20ഓളം ഇന്ത്യക്കാര്. അത് മാത്രമല്ല, ഒരു ഒരു മിനിറ്റ് ഇന്റർനാഷണൽ അല്ല, ബ്രദറെ, ഒരു മിനിറ്റ്, ഒരു പുതിയ ഒരു മിനിറ്റ് തോമസ് ബ്രദർ, ഷിപ്പിനെ അവര് തോമസ് ബ്രദറെ, ഒരു മിനിറ്റ് പറയട്ടെ. എന്റെ ഐഡിയ എന്റെ സെക്കൻഡറി ആണോ? ഓക്കെ 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 3 ഷിപ്പിനെ അവരിപ്പോ ഓൾറെഡി അവര് ഇത് ചെയ്തിട്ടുണ്ട്. ബ്രദറെ, നമ്മുടെ റൂം വേറെയാണ് കാര്യം. ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള കാരണം ചെയ്യുന്നതാണ്. നമ്മൾ ഈ ഒരു ചർച്ചയല്ല അത്. അന്നേരത്തെ അത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും സംസാരിക്കാം. അല്ല, ഇതിപ്പോ വെറുതെ പറഞ്ഞുകൊണ്ട് പറഞ്ഞാണ്. ഈ 3 ഷിപ്പിനെ ഇന്ത്യക്ക് എതിരെ വന്നിട്ടുണ്ട്. ഇന്ത്യ ഇപ്പൊ അതിനകത്തോട്ട് നേരെ ചെല്ലുക. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഞാനത് പറഞ്ഞു കംപ്ലീറ്റ് ചെയ്യാം. തോമസ് ബ്രദറെ, മാമൻ ബ്രദർ പറയുന്നതിന് ഇടയ്ക്ക് കയറി സംസാരിക്കാതെ താങ്കളുടെ സംശയം നമുക്ക് പറയാം. മാമൻ ബ്രദർ കംപ്ലീറ്റ് ചെയ്തേ. അല്ല, ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. കാരണം ഇന്ത്യ അത്ര പൊട്ടന്മാരായിട്ട് നിൽക്കുമല്ല, ഇന്ത്യ അങ്ങോട്ട് കേറുവാന്ന് പറയും. ഓക്കെ ഓക്കെ, മാമൻ ബ്രദർ കംപ്ലീറ്റ് ചെയ്തോളൂ. ഒന്നുമല്ല തോമസ് ബ്രദറെ, ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്ത്യ ഇറാനുമായിട്ട് വളരെ നല്ല റിലേഷൻ ഉള്ളതാണ്. നമുക്ക് പലതരത്തിലും ഗൾഫ് രാജ്യങ്ങളും മറ്റുള്ള ആൾക്കാരുമായിട്ട് നമ്മുടെ റിലേഷൻസ് നമ്മൾ ചെയ്യേണ്ടതാണ്. അത് മാത്രമല്ല, നമുക്ക് അതിന്റെ കൂട്ടത്തിൽ എക്കോണമിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കണം. കാര്യം ഇവന്മാർ തമ്മിൽ തല്ലി ചാകുന്ന സമയത്ത് മുഴുവൻ ഓരോരുത്തരുടെ പക്ഷം പിടിച്ചിട്ട് നമ്മുടേതായിട്ടുള്ള എക്കോണമിയും മറ്റുള്ള കാര്യങ്ങളും നമുക്ക് നശിപ്പിക്കേണ്ട കാര്യമില്ല. ഇന്ത്യ നോക്കുന്നതിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ റൂട്ട്, അത് നമുക്ക് അറേബ്യൻ സീയുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും നമുക്ക് അതിന്റെ ഒരു മേൽക്കോയ്മ നമ്മുടെ കയ്യിലില്ലെങ്കിൽ ചൈനക്കാരനും ബാക്കിയുള്ള ആൾക്കാരും ഇതൊക്കെ അവരെടുക്കും. അന്നേരം നമുക്കറിയാൻ പാടില്ലാത്ത ആഭ്യന്തരവും ഫോറിൻ റിലേഷൻസ് ഒക്കെ ധാരാളം ഉണ്ട്. അതൊന്നും നമുക്കിവിടെ സെർച്ച് ചെയ്യാനായിട്ടുള്ള സംഭവം, എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ള സംഭവമല്ല. രണ്ടാമത്, ഇപ്പം യമന്റെ അവിടുത്തെ ഈ റെഡ് സീയില് ഈ ഒരു മാരിടൈം അവരുടേതായിട്ടുള്ള ട്രാഫിക് ഇവർ നടത്തി അവര് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നഷ്ടം വരുന്ന അവർക്ക് തന്നെ, ഹുത്തിക്ക് തന്നെ. അവരുടെ എക്കോണമിക് ആയിട്ടുള്ള വിദഗ്ധരും മറ്റുള്ള ആൾക്കാരും എല്ലാവരും ഇവര് അതിനകത്ത് ഇപ്പം ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം വിചാരിച്ചോണം, ഇറാൻ എവിടെയൊക്കെ കയറിയിട്ടുണ്ടോ അവിടെയൊക്കെ മുഴുവൻ കെയോസ് ആയിട്ട് പോയി. നിങ്ങൾക്കറിയാം ഇറാഖ്, സിറിയയുടെ സ്ഥിതി എന്താണ് ഇപ്പം, ഇറാഖിന്റെ സ്ഥിതി എന്താണ്, ലെബനോന്റെ സ്ഥിതി എന്താണ്, ആ കൂട്ടത്തിലെ മറ്റേ യമന്റെ സ്ഥിതി എന്താണ്, ഹൂത്തിയുടെ. അതേ കണക്ക് തന്നെ സുഡാൻ, ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങളിൽ എവിടെയൊക്കെ ഇവന്മാര് കയറിയിട്ടുണ്ടോ അവിടെയൊക്കെ മുഴുവൻ സർവനാശം തന്നെയാണ്. അന്നേരം ഇവരുടെ അൾട്ടിമേറ്റ് ഗെയിം
എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിനെ ഇവിടുന്ന് കളയുക. അത് ഇവരുടെ റിലീജിയസ് ബുക്ക് വെച്ചിട്ട് തന്നെയാ. ഇപ്പോഴത്തെ പ്രോബ്ലം എന്നാണെന്ന് പറഞ്ഞാൽ ഹമാസ് ശശിയായി. ഹമാസ് ശശിയാകാനായിട്ടുള്ള റീസൺ എന്നാന്ന് പറഞ്ഞാൽ ഇന്ന് ഇവരൊരു പ്രസ്താവന അയച്ചു. ഈ October 7 ആരംഭിച്ചത് ഇറ്റ് ഈസ് എ റിവെഞ്ച് ഫോർ. ഈ കഴിഞ്ഞ കൊല്ലം ഇവരുടെ സീനിയർ കമാൻഡർ ഇസ്രായേലിന്റെ ഇന്റലിജൻസിലാണ് ഇറാഖിൽ വെച്ചിട്ട് അമേരിക്ക കൊന്നുകളഞ്ഞത്. അവരുടെ സീനിയർ കമാൻഡർ സുലൈമാനിയെ. അതിന് പകരമായിട്ടാണ് October 7 ഇസ്രായേലിൽ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു. അന്നേരം ഇവൻ ഹമാസ് ശശിയായി. അവര് തിരിച്ച് അതിന് കമന്റ് ഇട്ടിട്ടുണ്ട്. പക്ഷെ അതിപ്പോ കിടന്നിട്ട് കളിക്കുക. ഒന്ന് മനസ്സിലായിക്കോണം. ഒരുത്തനെ ഉപയോഗിച്ചിട്ട് മറ്റവന്റെ റിവെഞ്ച് തീർക്കുന്നു. അന്നേരം ഇവൻ വലിയ കാര്യമായിട്ട് ഞങ്ങള് ഫ്രം എന്താണ് റിവർ ടു സീ എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല സ്ലോഗനും കാര്യങ്ങളും കൊടുത്തിട്ട് വലിയ പൊക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞിരുന്ന ഈ ഒരു സംഭവത്തിന് ഇതിന്റെ ക്രെഡിറ്റ് അവനെടുത്തു ഇറാൻ. അന്നേരം അത് ഇപ്പൊ ഇവരുടെ ഇടയിൽ തന്നെ ഇവര് ഒരുത്തനോട് ഒരുത്തന് വിശ്വാസമില്ല. അതറിയാവുള്ളൂ എല്ലാ കാലത്തോളം. പിന്നെ സാഡ് ന്യൂസ് ആയിട്ട് നമ്മൾ പറയേണ്ട ഒരു കാര്യം, ഇന്ന് 10,500 പേരോളം മറ്റേ ഡിസംബറിലെ ക്രിസ്മസിന്റെ ആ ദിവസം ഇവിടെ നൈജീരിയയില് അതൊരു കൂട്ടക്കൊല തന്നെയായിരുന്നു. അവരുടെ സംഗതികളെല്ലാം ലൂട്ട് ചെയ്യും. ഞാൻ രാവിലത്തെ ആ ഒരു രീതിയിൽ ഞാനിവിടെ കമന്റ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് ഞാനത് മുഴുവൻ കണ്ടില്ല. കാര്യം ലൈവായിട്ട് ബേൺ ചെയ്യുന്ന അതേ തരത്തിലുള്ള വീഡിയോ ആണ്. പക്ഷെ ഇതിനൊന്നും ലോകവ്യാപകമായിട്ട് ആരും ഒരു പ്രതിഷേധവും ഇല്ല. എവിടെയെങ്കിലും ഇസ്രയേലിൽ ചെല്ലുമ്പോൾ മാത്രമല്ലേ ഉള്ളൂ കാര്യം. അന്നേരം ഇത് ഇപ്പം വേറൊന്നുമല്ല. ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റ് പ്രപ്പോസ് ചെയ്തിരിക്കുന്ന അറേബ്യൻ സീ കൂടി അല്ലാതെ കരവഴി ആയിട്ടുള്ള രീതി ഹൈഫ തുറമുഖത്ത് ഇസ്രായേലിന്റെ അവിടെ എത്തുന്ന രീതിയിലുള്ള കഴിഞ്ഞ പ്രാവശ്യത്തെ അവിടെ G20 അവർ അപ്രൂവ് ചെയ്ത ഒരു കാര്യമാണ്. അത് സൗദി അറേബ്യയും ഗൾഫ് രാജ്യങ്ങളും ഇതും സൂയസ് കനാലും എല്ലാം ഈജിപ്റ്റ് ഉൾപ്പെടെയുള്ള ഒരു സംഗതിയാണ്. അന്നേരം ഇവരിവിടെ കിടന്നുണ്ട് ഈ കരഞ്ഞു മൂങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിന്റെ അടുത്തൊരു സൊല്യൂഷൻ വേൾഡ് ലീഡേഴ്സ് അവരുണ്ടായിക്കോളും. പിന്നെ വേറൊന്നുമല്ല, എസ്കലേറ്റ് ചെയ്ത ഒരു വാറ് കാര്യങ്ങളുമായിട്ട് വരികയാണെങ്കിൽ അത് ഞാൻ എൻ്റെ കർത്താവിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ വരവാണെങ്കിൽ അങ്ങനെ ആകട്ടെ, കർത്താവിന്റെ ഇഷ്ടം നടക്കട്ടെ. അത്രേ എനിക്ക് പറയാനായിട്ടുള്ളൂ. താങ്ക് യു ബ്രദേഴ്സ്. അല്ല താങ്ക് ബ്രദറെ, യു എന്റെ ചോദ്യം താങ്ക് യു ഇതാണ്. മാമൻ എന്റെ ബ്രദറെ. ചോദ്യമുണ്ട് തോമസ് ബ്രദറെ, സിസ്റ്ററെ. നമ്മൾ ഇനി അതിൽ ഒരു മിനിറ്റ്. തോമസ് ബ്രദറെ, നമ്മൾ ഇത് നമ്മുടെ വിഷയത്തിൽ നിന്ന് ഒരുപാട് വഴുതി പോകണ്ട. ഒരു ന്യൂസ് അപ്ഡേറ്റ് എന്നുള്ള നിലയിൽ നമ്മൾ മാമൻ സാറിന്റെ വാക്കുകൾ എടുക്കുന്നുള്ളൂ. അതിനെപ്പറ്റി ഇവിടെ ചർച്ചയില്ല. തോമസ് ബ്രദറിന് നന്നായി അറിയാവുന്നതല്ലേ. ഇല്ല, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ സിസ്റ്ററെ. കാര്യം എന്നാന്നറിയോ, സൗദി അറേബ്യ ഇന്നിപ്പോ പറഞ്ഞിരിക്കുക കേട്ടോ, ഞങ്ങളില്ല. അവരവിടെ ഇതിനകത്തൊന്ന് മാറി. എന്ത് കാര്യം എന്നാന്നറിയോ, ലോകരാജ്യങ്ങൾക്കൊക്കെ മനസ്സിലായി ഇത് മൊത്തം പൊട്ടത്തരാണ്. സൗദി അറേബ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയാണ്. ഇന്ത്യ, ചൈന ഇവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ ക്രൂഡ് ഓയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇന്ത്യ മാറ്റി നിർത്തിച്ച് ഇവർക്ക് ആർക്കും ഒന്നും പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് സൗദി അറേബ്യ പറഞ്ഞത് ഞങ്ങള് മാറുവാണ്, ഞങ്ങൾ നിന്ന് മാറുന്നു. ഹൂതി ഹൂതികളുടെ വരികയാണ്. ഓക്കെ. അല്ല സിസ്റ്ററെ, ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. എന്തുകൊണ്ട് ഇനി ഇത് നീട്ടിക്കൊണ്ട് പോകണ്ട. പറയുന്നത്. ഓക്കെ, തോമസ് ബ്രദറിന് അനേക കാര്യങ്ങളെ പറ്റി അറിയാം. പക്ഷെ നമുക്ക് ഈ റൂമിൽ ഒരുപാട് സമയം എടുക്കാൻ പറ്റില്ല അതിന്. ഇവിടെ ഒരു ചോദ്യം വന്നിട്ടുണ്ട് അനു ജോസഫിന്റെ ചോദ്യം: ആ ദിവസത്തെ കുറിച്ചോ മണിക്കൂറിനെ കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രന് പോലുമോ അറിഞ്ഞുകൂടാ. മത്തായി 24:36. ഈ തിരുവചനത്തെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇതാണ് ചോദ്യം. അവിടെ ഞാൻ ഇതെന്റെ NKJV ബൈബിളിൽ നിന്ന് ഇതേ വചനം വായിച്ചു കേൾപ്പിക്കാം. 24:36. But of that day and the hour no one knows, not even the angel of heaven, but my Father only.
അവിടെ പുത്രന് പോലുമോ എന്നൊരു വാക്കില്ല. അത് എവിടുന്നാണ് കിട്ടിയത് അനു ജോസഫിന് ഇത്? അത് POC ബൈബിളിൽ നിന്ന്. POC ബൈബിളിൽ അങ്ങനെ ഉണ്ടോ? ഉണ്ട്. ഇപ്പൊ പള്ളിയിലൊക്കെ വായിക്കണ ഈ ബൈബിൾ ഇങ്ങനെയാണ്. ഓക്കെ. പക്ഷേ NKJV ആണ് എൻ്റെ കയ്യിലുള്ളത്, ന്യൂ കിങ് ജെയിംസ് വേർഷൻ, റിവൈസ്ഡ് വേർഷൻ. അതില് നോട്ട് ഈവൻ ദ ഏഞ്ചൽസ് ഓഫ് ഹെവൻ ബട്ട് മൈ ഫാദർ ഓൺലി എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബട്ട് എനിവേ, ഞാൻ ആ വിഷയത്തെ, ആ ഒരു പോയിന്റിനെ അതിനെപ്പറ്റി നമ്മൾ തർക്കിക്കണ്ട. 2-3 കാര്യങ്ങൾ ഞാനിവിടെ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ചുരുക്കി ഉത്തരം പറയാം. ഈ ചോദ്യത്തിന് ഇതിനാധാരമായിട്ടുള്ളത് 24-ാം അധ്യായത്തിന്റെ 1-ാം വചനം മുതൽ താങ്കൾ വായിക്കണം. ഈ ഒരു ചോദ്യം അനുവിന്റെ മനസ്സിൽ ആരെങ്കിലും കൊണ്ട് ഇട്ടതോ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും കേട്ടതോ ആയിരിക്കാം. പക്ഷെ ഇതിന് ഉത്തരമായിട്ട് 24-ന്റെ 1 മുതൽ വായിച്ചാൽ ഇംഗ്ലീഷില്, Then Jesus went out and departed from the temple, and his disciples came up to show him the buildings of the temple. And Jesus said to them, Do you not see all these things? I say to you, not one stone shall be left here upon another that shall not be thrown down. Now as he sat on the Mount of Olives, the disciples came to him privately, saying, Tell us, when will these things be? And what will be the sign of your coming and of the end of the age? അത് 3-ാമത്തെ വാക്യം. 24-ന്റെ 1, 2, 3 ആണ് വായിച്ചത്. അപ്പോൾ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത രീതിയിൽ ഇവയെല്ലാം തകർക്കപ്പെടും എന്ന് കർത്താവ് പ്രവചനമായിട്ട് പറഞ്ഞപ്പോൾ ശിഷ്യന്മാര് രഹസ്യമായിട്ട് ചോദിക്കുകയാണ്, ഇതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിന്റെ അടയാളം എന്തായിരിക്കും? ഈ യുഗത്തിന്റെ അവസാനത്തിന്റെ എന്തായിരിക്കും അതിന്റെ സയൻസ്, അടയാളം എന്തായിരിക്കും എന്ന് കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ ഉത്തരം 4-ാം വചനം മുതൽ ഈ അധ്യായത്തിന്റെ 51 വരെ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ. അപ്പോൾ ഇതില് കർത്താവ് ഈ അടുത്ത്, അതായത് കർത്താവിന്റെ ഈ ലോകത്തിൽ നിന്ന് എടുക്കപ്പെട്ടതിന് ശേഷം നടക്കാൻ പോകുന്ന കാര്യങ്ങളെ ഈ 2000 വർഷം കൊണ്ട്, ഈ 2000 വർഷത്തിൽ നടക്കുന്ന അനേക കാര്യങ്ങളെ ഈ ഇത്രയും വചനങ്ങളിൽ കൂടി കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? എന്തെല്ലാം കാര്യങ്ങൾ ഈ ലോകത്തിൽ നടക്കും ഈ വരുന്ന 2000 വർഷങ്ങളിൽ, അത് മുഴുവനും ഈ വാക്കുകളിൽ കവർ ചെയ്തിട്ടുണ്ട്. AD 70 യെരൂശലേം ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത രീതിയിൽ, ഈ കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത രീതിയിൽ എന്ന് പറഞ്ഞാല് അതിന്റെ റോമൻ പട്ടാളക്കാര് AD 70 വന്നിട്ട് യെരൂശലേം ദേവാലയത്തിന്റെ ചുമരും വാതിലും മേൽക്കൂരയും എല്ലാം പൊളിച്ച് കളഞ്ഞുവെന്ന് മാത്രമല്ല, അതിന്റെ ഫൗണ്ടേഷൻ വരെ അവര് വലിയ ഇൻസ്ട്രുമെന്റ്സ് കൊണ്ടുവന്ന് കുത്തി പൊളിച്ച് ഫൗണ്ടേഷനിൽ പോലും, അതായത് അതിന്റെ അസ്ഥിവാരത്തിൽ പോലും ഒരു കല്ല് പോലും അവരവിടെ വെച്ചില്ല. ഒരിക്കലും ഈ സ്ഥലം തിരിച്ചറിയപ്പെടാത്ത രീതിയിൽ ഉഴുതും മറിച്ചു കളഞ്ഞു. അതാണ് കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത രീതിയിൽ അത്. അപ്പോൾ ആ കാര്യം AD 70 സംഭവിച്ചു. അതിനുശേഷം AD 70 അന്ന് റോമക്കാര് ഈ യെരൂശലേമിനെയും ദേവാലയത്തെയും തകർത്ത സമയത്ത് അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പുരോഹിതന്മാർ 1000-കണക്കിന് ആളുകളെ അവിടെ വെച്ച് വെട്ടിക്കൊല്ലുകയും 10,000-ങ്ങളെ യെരൂശലേമിൽ കൊല്ലുകയും ലക്ഷങ്ങൾ അവിടുന്ന് ജീവനും കൊണ്ട് ഓടിപ്പോവുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ, ഇതെല്ലാം കർത്താവ് ഇവിടെ പ്രവചനമായിട്ട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങനെ പല കാര്യങ്ങളും സമീപത്ത് സംഭവിക്കാനുള്ളതും ഭാവിയിൽ 1000 വർഷത്തിന് ശേഷം വരാൻ പോകുന്ന കാര്യങ്ങളും പിന്നെ കർത്താവിന്റെ 2-ാം വരവിങ്കൽ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളും എല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ 32-ാം വചനമാകുമ്പോഴത്തേക്ക് കർത്താവ് ഒരു
നമുക്ക് അവിടെ ഒരു എക്സാമ്പിൾ തരുന്നത് എന്താണ്? നൗ ലേൺ ദിസ് പാരബിൾ ഫ്രം ദ ഫിഗ് ട്രീ. അത്തിവൃക്ഷത്തെ നോക്കി ഈ പാഠം നിങ്ങൾ ഈ ലെസൺ പഠിക്കുക, ഈ ഉപമ നിങ്ങൾ മനസ്സിലാക്കുക. When its branch has already become tender, put forth leaves, you know the summer is near. അതിന്റെ ശിഖരങ്ങളിൽ നിന്ന് അത് ഇലകൾ വരുമ്പോൾ, അതായത് ഒരു വേനൽ കഴിഞ്ഞ് ഒരു വിന്റർ കഴിഞ്ഞിട്ട് അതിന്റെ ഇലകൾ പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം വിന്റർ കഴിഞ്ഞു, ശീതകാലം കഴിഞ്ഞു, വസന്തകാലം വരുന്നു എന്ന്, അല്ലെങ്കിൽ സമ്മർ വരാറായി എന്ന് നിങ്ങൾക്ക് ആ മരത്തെ നോക്കി നിങ്ങൾക്ക് കാണാൻ കഴിയും. You also, when you see all these things, know that it is near at the door. അപ്പോ കർത്താവിന്റെ രണ്ടാമത്തെ വരവ് എപ്പോഴാണെന്നാണ് അവർ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. അപ്പോൾ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഒരു അത്തിമരത്തെ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇതാ സമ്മർ വരാറായി എന്ന് പറഞ്ഞതുപോലെ ഈ ഞാൻ മുമ്പ് പറഞ്ഞ എല്ലാ അടയാളങ്ങളും ലോകത്ത് നടക്കുമ്പോൾ നിങ്ങൾ അറിയുക സമയം അടുത്തിരിക്കുന്നു എന്ന്. എന്നിട്ടാണ് കർത്താവ് പറഞ്ഞത് 35-ാം വചനത്തില് 34 പറയുന്നത്, Assuredly I say to you, this generation will by no means pass away till all these things take place. Heaven and earth shall pass away, but my words will by no means pass away. അപ്പോൾ ഈ ജനറേഷൻ എന്ന് പറഞ്ഞത് ഈ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ആ കാലഘട്ടം. നോഹയ്ക്ക് മുമ്പ് ഒരു ജനത ഉണ്ടായിരുന്നു, അത് നോഹയോടെ തീർന്നു. നോഹയ്ക്ക് ശേഷമുള്ള ഈ ജനത ഇന്നും ഈ ലോകം മുഴുവനും ഇടയ്ക്കൊന്നും അവസാനിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഈ യുഗം, ഈ ജനസമൂഹം, ഈ ജനത, ഈ ജനറേഷൻ by no means pass away until all these things. അതായത് ഈ ജനത will not, ഈ യുഗം കഴിയുകയിൽ ഈ കർത്താവ് പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം നിറവേറ്റപ്പെടാതെ ഈ ലോകം അവസാനിക്കുകയില്ല. ഈ ജനറേഷൻ ഇവിടെ തന്നെ ഉണ്ടാകും. അതിനുശേഷമാണ് കർത്താവ് പറയുന്നത്, എൻ്റെ വാക്കുകൾ ഒരിക്കലും അതിന് മാറ്റമില്ല, ഞാൻ പറഞ്ഞ വാക്കുകളെല്ലാം നിവൃത്തീകരിക്കപ്പെടും. അതിനുശേഷമാണ് 36 വന്ന് പറയുന്നത്, ബട്ട് ഓൺ ദാറ്റ് ഓഫ് ദാറ്റ് ഡേ ആൻഡ് hour no one knows, not even the angels of heaven, but my father only എന്നാണ് ഇംഗ്ലീഷിലൂടെ കാണുന്നത്. അപ്പോൾ ആ നാളിനെ പറ്റിയോ ആ നാഴികയെ പറ്റിയോ സ്വർഗത്തിലുള്ള മാലാഖമാർക്ക് പോലും അറിയില്ല, പക്ഷെ എൻ്റെ പിതാവിന് മാത്രം അറിയാം. അപ്പോ ഇതാണ് ഇവിടുത്തെ ചോദ്യം. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ കർത്താവ് പറഞ്ഞത്? മാലാഖമാർക്ക് അറിയില്ല, പുത്രൻ അറിയില്ല എന്ന് POC ബൈബിളിലുണ്ട്, പക്ഷെ ഈ ബൈബിളിൽ പുത്രൻ എന്ന് വാക്കില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, പിതാവ് എന്നിലും ഞാൻ പിതാവിലുമാണെന്ന് പറഞ്ഞപ്പോൾ യേശുക്രിസ്തുവിന് ഇത് അറിയാത്ത കാര്യമല്ല. ഞാൻ പിതാവ് എന്നിലുമാണെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? പക്ഷേ ഇവിടെ ഇവര് ഒരു സമയവും ഒരു കാലവുമാണ് ഇവർ ചോദിച്ചത്. എങ്ങനെയാ അറിയാം? അപ്പൊ എങ്ങനെ അറിയാൻ പറ്റുന്നുള്ളതിന്റെ സകല ലക്ഷണങ്ങളും കർത്താവ് പറഞ്ഞു കൊടുത്തു. ഇന്നിന്ന കാര്യങ്ങൾ സംഭവിക്കും. ഇതെല്ലാം സംഭവിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, സമ്മർ അടുത്തു, വസന്തകാലം അടുത്തു വന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. പക്ഷേ ഡേറ്റും സമയവും അത് നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. കാരണം അത് പിതാവിന്റെ സ്വന്തം അവയർനെസ്, നോളജിലുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് സമയവും ദിവസവും പറഞ്ഞു കൊടുക്കാത്തത്? എന്തുകൊണ്ടാണ് ഒരു ഡേറ്റ് വെക്കാത്തത്? ഒരു കള്ളൻ വരുന്നത് ഇന്ന ദിവസം ഇന്ന രാത്രി ഇന്ന സമയത്താണെന്ന് അറിഞ്ഞാല് മനുഷ്യര് കക്കാൻ സമ്മതിക്കുമോ? കർത്താവ് തന്നെ പറഞ്ഞ ഉപമയല്ലേ അത്. അപ്പോ എല്ലാ മനുഷ്യരും ഈ സമയം അറിഞ്ഞാൽ അത്രയും നാളും അവന്റെ ഇഷ്ടത്തിന് ജീവിച്ചിട്ട് അവസാന സമയമാകുമ്പം ഓക്കെ, ഇപ്പൊ കർത്താവ് വരാൻ സമയമായി, നമുക്ക് പൊടി തട്ടി എഴുന്നേറ്റ് എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞിരിക്കത്തില്ലേ മനുഷ്യര്? അതുകൊണ്ട് ഈ 2000 വർഷം ജീവിച്ച ഓരോ ജനതയിലും, ഓരോ ജനറേഷനിലും ജീവിച്ചവര്, ഒരു 100 വർഷം ഒക്കെയാണല്ലോ മനുഷ്യന്റെ, 100 വർഷത്തിൽ താഴെയാണല്ലോ ഒരു മനുഷ്യന്റെ ജീവിതകാലം. അപ്പൊ ഈ മനുഷ്യരെല്ലാവരും കർത്താവിനെ ഭയന്ന്, കർത്താവിനെ എക്സ്പെക്ട് ചെയ്ത്, കർത്താവ് എപ്പോൾ വേണമെങ്കിലും വരാം എന്ന രീതിയിൽ തന്നെ ജീവിക്കണം.
കാരണം കർത്താവ് കർത്താവ് ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകും. രണ്ട് രീതിയിൽ നമുക്കറിയില്ല എപ്പോഴാണ് നമ്മുടെ മരണസമയം, എപ്പോഴാണ്. ചെറുപ്പക്കാരനായിട്ട് മരിക്കാം, മധ്യവയസ്കനായിട്ട് മരിക്കാം, പ്രായം ചെന്ന് മരിക്കാം. അപ്പോൾ നമ്മള് ശരി ഇന്ന ദിവസത്തെ കർത്താവ് വരുള്ളൂ, അതുകൊണ്ട് ഇപ്പോഴൊക്കെ നമുക്ക് അടിച്ചു പൊടിച്ച് ജീവിക്കാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് മനുഷ്യന് ഉണ്ടാകരുത്. ഒന്ന്. പിന്നെ രണ്ടാമതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യം, ഏഞ്ചൽസ് ഹെവൻ പോലും അറിയാതെ ഫാദർ ഓൺലി എന്ന് പറഞ്ഞത്, നിങ്ങൾ ലോകമെമ്പാടും പോയിട്ട് സുവിശേഷം അറിയിച്ചു കഴിയുമ്പോൾ സമയം വരുന്ന കർത്താവ് പറഞ്ഞിട്ടുണ്ട്. സോ മനുഷ്യന്റെ ഇടപെടലും കൂടി ഈ ദിവസം നിർണയിക്കപ്പെടുന്നതിൽ ഒരു ഭാഗമാണ്. മനുഷ്യർ ഈ ലോകമെമ്പാടും സുവിശേഷം ഘോഷിക്കപ്പെട്ട് കഴിയുമ്പോഴാണ് ഞാൻ വരുമെന്ന് പറഞ്ഞത്. അപ്പോ മനുഷ്യന്റെ ഇടപെടലും ഇതില് മുഖ്യമായ ഒരു കാര്യമാണ്. മനുഷ്യർ എത്രമാത്രം സുവിശേഷം പ്രസംഗിച്ചു, എത്രമാത്രം ഇത് ഇഫക്റ്റീവായിട്ട് കേൾക്കപ്പെട്ടു, എത്രമാത്രം മനുഷ്യർ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതും കർത്താവിന്റെ വരവിനുള്ള ഒരു പ്രധാന ഒരു പോയിന്റാണ്. അപ്പൊ ഈ 2-3 കാര്യങ്ങൾ കൊണ്ട് കർത്താവ് ഒരു ഡേറ്റോ സമയമോ പറഞ്ഞില്ല. അങ്ങനെ പറയാൻ പാടുമില്ല, പറയരുത്. അത് കർത്താവിന്റെ നോളജിലുള്ളതാണ്. കർത്താവ് അറിഞ്ഞാൽ മതി, നമ്മൾ അത് അറിഞ്ഞേണ്ട കാര്യമില്ല. അപ്പൊ ഇത് അറിഞ്ഞിട്ട് അത് വെച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ പലരും ശ്രമിക്കും. അപ്പൊ അതിന് കർത്താവ് അവിടെ ഇടം നൽകുന്നില്ല. അതിനുശേഷം പറയുന്നത് നോക്കൂ, 37. But as the days of Noah were, so also will be the coming of the Son of Man be. അപ്പോ നോഹയുടെ നാളുകൾ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയായിരിക്കും അതായത് മനുഷ്യപുത്രന്റെ വരവ് ആ നാളുകളിലെ പോലെ ആയിരിക്കും. 38. എന്താണ് അങ്ങനെ ആകാൻ കാരണം? As in the days of before the flood, they were eating, drinking, marrying, giving in marriage until the day Noah entered the ark, and did not know until the flood came and took them all. So also was the coming of the Son of Man be. ഇവിടെ ഒരു ഉപമ കൊടുത്തിരിക്കുന്നതിന്റെ സാരം എന്താണ്? നോഹയുടെ കാലത്ത് പ്രളയം വരും, പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നോഹ 100 വർഷമെടുത്ത് ഈ പെട്ടകം പണിതുകൊണ്ടിരുന്നു. വലിയൊരു പെട്ടകം, തട്ടുതട്ടായിട്ട് സകല ജീവജാലങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടി നോഹ പെട്ടകം പണിതുകൊണ്ടിരുന്ന കാലത്തൊക്കെ അന്നുള്ള മനുഷ്യർ വന്ന് ചോദിച്ചു, നോവ നീ എന്തുവാ ചെയ്യുന്നേ? അപ്പൊ നോവ പറഞ്ഞു, ലോകത്തൊരു വലിയ പ്രളയം വരാൻ പോകുന്നു, അതുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും വേണ്ടിയാണ് ഇത് എന്ന് പറഞ്ഞപ്പോൾ അവർ ചിരിച്ചു തള്ളിയവരിൽ നോഹയുടെ സഹോദരന്മാരും നോഹയുടെ ബന്ധുമിത്രാദികളും ആദാമിന്റെ കാലം മുതൽ പിന്നെ ഉള്ളവരെല്ലാം നോഹയുടെ ബന്ധുക്കളായിരുന്നു അന്ന് ലോകത്ത്. അവരൊക്കെ വർഷങ്ങൾ നൂറ്റാണ്ടുകൾ ജീവിച്ചിരിക്കുന്നവരുമായിരുന്നു. നോഹയുടെ പിതാവും മരിച്ചു, നോഹയുടെ മുത്തച്ഛനായിരുന്ന മെത്തൂസലേഹും മരിച്ചു. മെത്തൂസലേഹ് മരിച്ചതിന്റെ പിറ്റേ വർഷമാണ്, അല്ലെങ്കിൽ അതേ വർഷത്തിന്റെ സെയിം ഇയറിന്റെ മുന്നിലായിട്ടാണ് മെത്തൂസലേഹ് മരിച്ചതിന് ശേഷം. മെത്തൂസലയാണ് ലോകത്തിലെ ഏറ്റവും അധികം ദീർഘകാലം ജീവിച്ചിരുന്ന മനുഷ്യൻ. അപ്പൊ മനുഷ്യർ ഇത് കേട്ട് പരിഹസിച്ച് അവനവന്റെ വഴിക്ക് പോയി ഇഷ്ടം പോലെ ജീവിച്ചു. സ്വന്തം ബന്ധുവായ നോഹയാണ് പറയുന്നത്, നോഹ ഒരു നല്ല മനുഷ്യനാണ്, അവനോട് ദൈവം സംസാരിക്കുന്നുണ്ട്, അത് ഈ പെട്ടകത്തിൽ കയറിയാലേ രക്ഷയുള്ളൂ എന്ന് കേട്ടപ്പോ അവരെല്ലാം ചിരിച്ചു തിമിർത്ത് വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും തിന്നും കുടിച്ചും അവനവന് യോജിച്ച രീതിയിൽ അവർ നടന്നു. പക്ഷെ അതായത് പ്രളയം വന്നു കഴിഞ്ഞപ്പോൾ അവരെ എല്ലാം പ്രളയം ഒഴുക്കിക്കൊണ്ടുപോയി. കാരണം നോഹയെ മക്കളെയും എല്ലാ ജീവജാലങ്ങളെയും രക്ഷിക്കാനുള്ളതിനെ അകത്ത് കയറ്റിയിട്ട് ദൈവം ആ കഥ കടച്ചു എന്നാണ് പറയുന്നത്. ഗോഡ് ആണ് ആ ഡോർ ക്ലോസ് ചെയ്തു, സീൽ ചെയ്തു. പിന്നെ അത് ആർക്കും തുറക്കാനോ. പക്ഷെ ഈ ഫ്ലഡ് വന്നപ്പോ അവസാനം വാതിലടച്ചു കഴിഞ്ഞപ്പോ കുറെ പേര് വന്ന് വാതിൽ തട്ടിയിട്ടൊക്കെ ഉണ്ടാവാം, നീന്തി വന്നിട്ടോ എങ്ങനെയെങ്കിലും വന്ന് നോഹയെ കഥ തുറക്കും ഞങ്ങളെ കേട്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ
രക്ഷയുടെ വാതിൽ അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ദൈവം ക്ലോസ് ചെയ്യും. അതുകൊണ്ട് ആ മണിക്കൂറിനെയും ആ ദിവസത്തെയും പറ്റിയും ഇങ്ങനെ ഒന്ന് വരുന്നുണ്ടെന്ന്, നാശം വരും, യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ നിങ്ങൾക്ക് രക്ഷയുണ്ട്, അല്ലെങ്കിൽ വരാൻ പോകുന്ന മഹാ ഒഴുക്കിൽ പെട്ടുപോകും എന്നുള്ള വാർത്ത നമ്മൾ ഫുൾ ഗോസ്പലിൽ നമ്മൾ പറയണം. അല്ല യേശു സ്നേഹമാണ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. കർത്താവിന്റെ ഗുണങ്ങളിൽ എന്നാണ് സ്നേഹമാണ്, കർത്താവ് നീതിമാനാണ്, കർത്താവ് ഈസ് എ ജഡ്ജ്, ഈസ് ജസ്റ്റ്. തന്നെ വെറുക്കുന്നവരെയും തനിക്കെതിരായി പ്രവർത്തിക്കുന്നവരെയും ശിക്ഷിക്കാതെ വിടുകയില്ല. അപ്പോൾ നമ്മൾ ഈ കാര്യം മനസ്സിലാക്കി പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുന്നു, നോഹ പ്രസംഗിച്ചതുപോലെ. പക്ഷേ താന്തോന്നിത്തരമായിട്ട് ജീവിക്കുകയും അവസാനം എങ്ങനെയെങ്കിലും അവസാന നിമിഷത്തിൽ ചാടിക്കേറി നോഹയുടെ പെട്ടകത്തിൽ ചാടിക്കേറാമെന്ന് മോഹിക്കുന്നവർക്ക് അത് സംഭവിക്കില്ല. അതുകൊണ്ട് ദിവസവും നാളും ഒന്നും പറഞ്ഞത് കർത്താവ് പറയാൻ ബാധ്യസ്ഥനല്ല, പറയേണ്ട ആവശ്യവുമില്ല. അതാണ് എനിക്കിവിടെ പറയാനുള്ളത്. എന്റെ എക്സ്പ്ലനേഷൻ മനസ്സിലായോ അനു ജോസഫ്? സിസ്റ്ററെ, അതിനോട് ചേർന്നേ ആ സിസ്റ്ററെ കർത്താവ് തന്റെ പറഞ്ഞോളൂ. പറയൂ. പറഞ്ഞു. ഓക്കെ, അതായത് യേശു കർത്താവിന്റെ ശിഷ്യന്മാരുടെ ഒരു ചോദ്യത്തിന് ആൻസർ ആയിട്ടാണ് കർത്താവ് ഈ കാര്യം പറയുന്നത്. നിന്റെ വരവിനും ലോകാവസാനത്തിനും എന്താണ് ലക്ഷണം എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് അത് പറയുന്നുണ്ട്. പിന്നെ ഇതിന്റെ സിസ്റ്റർ പറഞ്ഞ പോലെ എക്സാക്ട് ടൈമിങ്ങിനെ പറ്റി പുത്രൻ എന്നുള്ള യേശുക്രിസ്തുവിന്റെ എന്നാണ് പറയുന്നത്, അതായത് ഹ്യൂമൻ നേച്ചറിൽ കർത്താവ് അതിനെപ്പറ്റി അറിയുന്നില്ല. അപ്പം നമുക്ക് ചോദിക്കും, അപ്പൊ ചോദിക്കും അത് ഹ്യൂമൻ നേച്ചറിൽ കർത്താവിന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ കർത്താവ് എന്തെങ്കിലും താഴ്ച ഭവിച്ച ഒരു സംവിധാനമാണോ എന്ന് വേണേൽ ചോദിക്കാം. ഒരിക്കലുമല്ല. കർത്താവ് സർവശക്തനാണ് എന്നുള്ള നിലയിൽ ആ അറിവിനെ അങ്ങനെ ഇല്ലാതെയാക്കാനും അറിവിന്റെ പരമാവധി നിൽക്കാനും കർത്താവിന് സാധിക്കും. ഇതെല്ലാം കർത്താവ് സർവശക്തനും സർവജ്ഞാനിയും ആണ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലാണ് നമുക്കിത് ചിന്തിക്കാൻ കഴിയുന്നത്. അപ്പോൾ യേശു കർത്താവ് ഒരേ സമയം മനുഷ്യനായും മാനുഷികമായിട്ടും ഡിവൈൻ നേച്ചറിലുമാണ് കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചത്. അതുകൊണ്ട് തന്നെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവ് ഒരു മനുഷ്യനുണ്ടാകാൻ കഴിയുന്ന വിശപ്പും വേദനയും ഒക്കെ കർത്താവ് അനുഭവിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ തൻ്റെ ഡിവൈൻ നേച്ചറും ഒരുപോലെ ഇവിടെ നമുക്ക് മുമ്പിൽ കർത്താവ് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ കർത്താവ് ഈ ഒരു പെർസ്പെക്റ്റീവിൽ പറയുന്നത് തൻ്റെ ജഡാവതാരത്തിൽ നിന്നുകൊണ്ടാണ് കർത്താവ് ശിഷ്യന്മാരുടെ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. അപ്പൊ അതിനുള്ള മറുപടിയാണ് അതിൻ്റെ ഒരു ആകത്തുക എന്ന് പറയുന്നത്. അവരുടെ ചോദ്യത്തിനുള്ള മറുപടി എക്സാക്ട് ടൈമിംഗ് ഈസ് അത് നിങ്ങളുടെ ദൃഷ്ടിയിലിരിക്കുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തയിൽ ഉണ്ടാവേണ്ട കാര്യമല്ല, മറിച്ച് ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ. സോ ബി പ്രിപ്പയർ ഫോർ ദാറ്റ്. അതാണ് ആ ഭാഗത്തെ ഒരു മെസ്സേജ്. ഓക്കെ ബ്രദർ, താങ്ക് യു. താങ്ക്സ് സിസ്റ്റർ. ഓക്കെ അനു ബ്രദർ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കണം ഇടയ്ക്ക്. ഞങ്ങൾ ഇതിനെ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, ഞങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടൊന്നും അല്ല. ചോദിച്ചോളൂ. അതല്ല, പക്ഷെ എന്തുകൊണ്ടായിരിക്കും ഈ POC ബൈബിളിലും ഈ പള്ളിയിലൊക്കെ അച്ഛനൊക്കെ വായിക്കുന്നത് ഇങ്ങനെയാ? അല്ല, അതിന്റെ കാരണമുണ്ട് ബ്രദറെ, അതിന് കാരണമുണ്ട്. അതായത് നമ്മുടെ കയ്യിലിരിക്കുന്നത് ഇപ്പം ഞാനും ലീ സിസ്റ്റർ വായിച്ചത് NKJV എന്നാണ്, ഞാൻ വായിച്ച സത്യവേദ പുസ്തകം എന്നുള്ള ഇതെല്ലാം ട്രാൻസ്ലേഷന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന ആശയങ്ങളിൽ വരുന്ന ചെറിയ ചെറിയ വാക്കുകൾ ഉണ്ടാകുന്ന ഒരു മാറ്റമാണ്. നമ്മളൊരു ബൈബിളിന്റെ ആകത്തുക നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിന്റെ ആ ട്രാൻസ്ലേഷന്റെ ഒരാകത്തുക എടുത്തിട്ടാണ് നമുക്കതിനെ ഇത് ചെയ്യാൻ പറ്റുക. അപ്പം
ആ ചെറിയ പദങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ലേഷനിൽ വരുമ്പോൾ പല ട്രാൻസ്ലേഷനിലും പദങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതിന് വ്യത്യാസമുണ്ട്. അത്രേ ഉള്ളൂ. അതിനെ ആ നിലയിൽ എടുത്താൽ മതി. ഓക്കെ ബ്രദർ. ഓക്കെ, താങ്ക് യു. ഇത് അനു ജോസഫ്, ഇത് ഇസ്ലാമിക, ഇനി അവരെ ഞാൻ ഇസ്ലാമിക സഹോദരങ്ങളെന്ന് വിളിക്കുന്നില്ല. ഇസ്ലാമികരായിട്ട് ഇവിടെയുള്ള ദാവക്കാർ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ള ചോദ്യമാണ്. നമ്മൾ ഈ ചോദ്യത്തിന് ഈ രീതിയിൽ ഉത്തരം പറയാൻ ശ്രമിക്കുമ്പോൾ അവരത് കേൾക്കാൻ നിൽക്കാറില്ല. അവരിത് കേൾക്കാൻ നിൽക്കാതെ ഇത് വലിയൊരു ചോദ്യമാണ്, യേശു ക്രിസ്തുവിന് അറിവില്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ച് ഒരുമാതിരി വർത്താനം പറഞ്ഞിട്ട് അവരിറങ്ങി പോകാറാണ് പതിവ്. പക്ഷെ ഇങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് ഇങ്ങനെ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം വിവരിച്ചു പറയാനും നമ്മളെ കേൾക്കുന്ന പല സഹോദരന്മാർക്കും ഈ കാര്യങ്ങൾ പഠിക്കാനും അവരോട് ഈ ഇസ്ലാമിയർ വന്നിട്ട് യേശു ക്രിസ്തുവിന് അറിവില്ലായിരുന്നോ എന്നാണ് നാളും നാഴികയും അറിയില്ലായിരുന്നോ, അപ്പോ അദ്ദേഹം ദൈവമല്ലായിരുന്നോ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പൊ എല്ലാ രീതിയിലും എല്ലാ പോയിന്റ്സും എല്ലാ ആസ്പെക്ട്സും കവർ ചെയ്തുകൊണ്ട് ഇപ്പൊ താങ്കൾക്ക് ഉത്തരം കിട്ടി. അപ്പൊ ഇങ്ങനെയുള്ള ഉത്തരങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഭാഗം എടുത്ത് മത്തായിയുടെ സുവിശേഷം 24 ആ ലൈനില് ഒരു 4-5 പോയിന്റ് ചെറുതായിട്ട് കുറിച്ചു വെക്കുക. അപ്പൊ ഞങ്ങൾ എന്തൊക്കെയാണ് ഇതിന് കാരണം പറഞ്ഞത്, എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു അങ്ങനെ ഉത്തരം കൊടുത്തത്, എല്ലാ അടയാളങ്ങളും ലക്ഷണങ്ങളും നടക്കാൻ ഉള്ള കാര്യങ്ങളും എല്ലാം വിവരിച്ചു പറഞ്ഞിട്ട് പറഞ്ഞു, പക്ഷെ നിങ്ങൾ ആ ദിവസമോ ആ മാസമോ നോക്കി ഞാനത് പറയത്തില്ല, അത് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് അത് പറഞ്ഞില്ല. അങ്ങനെ ഉള്ള കാര്യങ്ങൾ പോയിന്റ് വൈസ് ആയിട്ട് സൈഡിൽ എഴുതിയിട്ട് കഴിഞ്ഞാല് ഇവര് നിങ്ങളെ പറ്റിക്കാനായിട്ട് വരുമ്പോ, ദാവക്കാര് വരുമ്പോ അവർക്ക് നിങ്ങൾക്ക് കാര്യകാരണ സഹിതം അവരോട് പറയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മള് മുഴുക്കസ്യ എന്നും പറഞ്ഞ് വായും പൊളിച്ച് ശരിയാണല്ലോ, പുത്രന് പോലും അറിയത്തില്ല, അപ്പം പുത്രൻ അങ്ങ് താഴെയാണ്, പിതാവിനേക്കാളും താഴെ എങ്ങുമാണ് പുത്രൻ, അങ്ങനെ അവര് പറയുമ്പോൾ നമുക്കതൊക്കെ ശരിയാണെന്ന് തോന്നും. അതുകൊണ്ടാണ് ഇതൊക്കെ എഴുതി വെക്കാൻ പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു 3-4 പോയിന്റ് എങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളെ പറ്റി എഴുതി വെക്കണം. ഞാൻ പറഞ്ഞത് ശരിയല്ലേ സഹോദരന്മാരെ? ശരിയാണ് സിസ്റ്ററെ, ശരിയാണ്. കാര്യം നമ്മൾ ബൈബിൾ വചനങ്ങൾ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാല് നമുക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല. ബൈബിളിൽ വ്യക്തമായിട്ടും കൃത്യമായിട്ടും എഴുതിയിട്ടുണ്ട്. രണ്ടാമത് നമ്മളെ ഇതിനൊക്കെ സഹായിക്കുന്ന ഒരു കാര്യം, യഹൂദന്മാരുടെ ആ ഒരു സമയത്ത് അവരുടെ ജീവിത രീതി, അവരുടെ കൃഷി, അവരുടെ വിവാഹം, അവരുടെ പ്രാർത്ഥന, അവരുടെ സിനഗോഗ്, യെരുശലേം ദേവാലയത്തിന്റെ അതിന്റെ പ്രാധാന്യം, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൂടി പ്രത്യേകിച്ച് ഈ അത്തിവൃക്ഷത്തിന്റെ കാര്യമൊക്കെ അവരുടെ സിംബോളിക്കായിട്ട് പറയുന്ന അതിയും അതിന്റെ പോലെ തന്നെ നമ്മള് മുന്തിരിവള്ളി, അത്തി, ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. അതായത് ഇത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും പ്രത്യേകിച്ച് കർത്താവ് തന്നെ നമ്മളെ പഠിപ്പിച്ച പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇത് കർത്താവ് തന്നെ നമ്മളെ പഠിപ്പിച്ച. അതിനു മുമ്പ് വരെ നമുക്ക് എപ്പോഴും യാഹ്വേ എന്ന് പറഞ്ഞ ആ ഒരു ദൈവം, അത് നമ്മുടെ പഴയ നിയമത്തിൽ എഴുതി പ്രവാചകന്മാർ മുഖാന്തരം വന്നിട്ട് അതിൽ യേശു ക്രിസ്തുവിന്റെ പ്രവചനവും എല്ലാം വന്നിരുന്നതാണ്. അതിനുശേഷം നമുക്കത് വ്യക്തമായിട്ട് തരികയാണ്. നമ്മള് ത്രിയേക ദൈവം അല്ലെ ട്രൈ യൂണിറ്റി. അന്നേരം ഇത് വരുമ്പോൾ ലീ സിസ്റ്റർ നേരത്തെ പറഞ്ഞ മാതിരി എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അന്നേരമാണ് ഫിലിപ്പോസ് പറയുന്നത്, ഞങ്ങളെ പിതാവിനെ കാണിച്ചു തന്നു കഴിഞ്ഞാൽ മതി എന്ന് പറയും. പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഫിലിപ്പോസിനോട് ചോദിക്കുന്നുണ്ടല്ലോ, ഇത്രയും നാള് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നിട്ട് നിങ്ങൾ എന്നെ അറിഞ്ഞില്ലയോ എന്നാ ചോദിക്കുന്നത്. അന്നേരം ലീ സിസ്റ്റർ പറഞ്ഞ മാതിരി പിതാവ്, പുത്രൻ അവരെല്ലാം ഒന്ന് തന്നെയാണ്, ഏകദൈവം തന്നെയാണ്. അവരുടെ ആ ഒരു ഓഫീസസ് അങ്ങനെ തന്നെ മാത്രം വിചാരിച്ചാൽ മതി. അല്ലാതെ നമ്മളിപ്പം ട്രൈ യൂണിറ്റിയെ പറ്റി പോകണ്ട. ഇനിയിപ്പോ ട്രൈ യൂണിറ്റിയെ പറ്റി കൂടുതൽ വ്യക്തമായിട്ട് അറിയണമെങ്കിൽ വെരി സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട്
നമ്മുടെ ജെയിംസ് വർഗീസ് സാർ ഒരു ക്ലാസ് എടുത്തിരുന്നു. അദ്ദേഹം അത് യൂട്യൂബിൽ കിടപ്പുണ്ട്. അന്നേരം എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ ഒരു കോംപ്ലിക്കേഷനും ഇല്ല, വളരെ സിമ്പിൾ ആയിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അർജുൻ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അപ്പൊ ചോദിച്ച ചോദ്യം തന്നെ ഞാനിപ്പോ ചോദിക്കുക. അതായത് അല്ല, ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന് ആൻസർ ചെയ്തല്ലോ ബ്രദറെ, പിന്നെന്താണ് അതിലൊരു ചോദ്യം വീണ്ടും? അല്ല, ഞാനൊരു ചോദ്യം ലീസിനോട് ചോദിച്ചായിരുന്നു തുടക്കത്തിൽ. അതായത് ആദത്തിന്റെയും ഈവിന്റെയും ലാംഗ്വേജ് ഏതായിരുന്നു? ഓക്കെ, താങ്കൾ ബൈബിൾ വായിച്ചിട്ടുണ്ടോ അർജുൻ? ഇല്ല ഇല്ല ഇല്ല. അല്ല, ഈ ചോദ്യം ചോദിക്കാമല്ലോ, താങ്കളുടെ പെർസ്പെക്റ്റീവ് എന്താണ്? എന്താണ് താങ്കൾ ആ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് അതൊന്ന് പറഞ്ഞ് ഞങ്ങൾ മറുപടി പറയാം. അതായത് ഞാൻ വിശ്വസിക്കുന്നത് ഏറ്റവും പ്രാചീന ഭാഷയായിട്ട് രണ്ട് കാരണങ്ങളുണ്ട്. ചിലര് പറയുന്നത് തമിഴാണെന്ന്, ചിലവര് പറയുന്നത് സംസ്കൃതമാണെന്ന്. അപ്പോ ഞാൻ ചിന്തിച്ചതാ, നമ്മുടെ പൂർവികര്, അതായത് നമ്മുടെ അച്ഛനും അമ്മയും എന്ന് പറയുന്നത് അതും യുവും ആണെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോ അവരുടെ ഭാഷ, അവരുടെ മതം, അവരുടെ സംസ്കാരം അതൊക്കെ അവർക്ക് കാണുമല്ലോ. അത് മാത്രമല്ലേ സത്യമുള്ളത്? ആയിക്കോട്ടെ. അങ്ങനെയാണ്. ഞാനൊരു കാര്യം ചോട്ടെ, ഈ സംസ്കാരങ്ങള് ഏതൊക്കെ ലോകത്തിന്റെ സ്ഥലങ്ങളിലാണ്? ലോകത്തിലെ ഏറ്റവും ഏൻഷ്യന്റ് ആയിട്ടുള്ള സംസ്കാരം ഏതാണെന്ന് അറിയാമോ അനുവിന്? എന്റെ അഭിപ്രായത്തിൽ ഹിന്ദുമതമായിരുന്നെന്നാണ്. എന്നാ അങ്ങനെ അഭിപ്രായമല്ല ഞാൻ ചോദിച്ചത്, ഇതിനകത്ത് ഹിസ്റ്റോറിക്കലി താങ്കൾക്ക് അറിയാമോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇല്ല ഇല്ല ഇല്ല. വെരി ഗുഡ്. സോ ബെറ്റർ ഒരു കാര്യം ഞാൻ കണ്ടു. ഞാൻ ഇപ്പൊ കൊടുക്കാം. സോ ബെറ്റർ താങ്കളുടെ ഒരു ഹിന്ദു പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് അതിനെ പഠിക്കാതെ ഒരു കോമൺ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് ചരിത്രത്തെ ഒന്ന് വിശകലനം ചെയ്യുക. ഇതിന് താങ്കൾക്ക് കൃത്യമായിട്ടൊരു ഉത്തരവുണ്ട്. ജെയിംസ് സാറിലേക്ക് വരിക. ഇന്നലെ ജെയിംസ് സാർ വന്നു കഴിഞ്ഞപ്പോ ഇവിടെ ബഹളമാണ്. അത് പിന്നെ എങ്ങനെ ടാക്കിൾ ചെയ്തു? നമ്മുടെ പിള്ളേരൊക്കെ ടെക്കിയുടെ മേലെ നിൽക്കുന്ന ആൾക്കാരല്ലേ. ആ ഒരു അല്പനേരത്തേക്ക് അവൻ ഇച്ചിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഇന്നും വന്നിട്ട് പോയി. ഇന്നിപ്പോ എല്ലാവരും വിജിലന്റ് ആണ്, യാതൊരു കുഴപ്പമില്ല, പോലീസുകാരുണ്ട് അവിടെ ഇവിടെ. ഞാൻ ഡെസ്ക്ടോപ്പ് ഓൺ ചെയ്തതിന് മുന്നിൽ കുത്തിയിരിക്കുക, രണ്ട് അക്കൗണ്ട് കണക്ട് ചെയ്തിട്ട്. അത് ശരി. ഞാൻ യാത്രയിലായിരുന്നു, അത് കാരണം കുറച്ച് ശബ്ദമൊക്കെ കേൾക്കായിരുന്നു. അതെ. ആ നിസു വന്നിട്ട് ഇവിടെ കിടന്നിട്ട് അത് ബഹളം ഉണ്ടാക്കി, അലമ്പാക്കി. അവസാനം അത് കാര്യം അവർക്ക് ഇതല്ലേ പറ്റുള്ളൂ സാറേ. കാര്യം നമുക്ക് ആശയമില്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള കാര്യം അതല്ലേ പണ്ട് തുടങ്ങിയുള്ള കഴുത്തുവിട്ടലല്ലേ. അന്നേരം ഇത് ഇൻ അതർ വേ ഇതൊരു കഴുത്തുവിട്ടല്ലേ. അവര് വാളുമൊക്കെ ആയിട്ട് വന്നിട്ട് ആളെയൊക്കെ കൂട്ടി വന്നു, അത്രേ ഉള്ളൂ. ജെയിംസ് സാറിനോടാണ് ഈ ചോദ്യം. അർജുൻ എന്ന ഈ ചെറുപ്പക്കാരൻ ചോദിക്കുന്നു, ആദാമിന്റെയും ഹവ്വായുടെയും ഭാഷ എന്തായിരിക്കും? തമിഴോ സംസ്കൃതമോ മറ്റോ ആയിരിക്കുമോ എന്നൊരു ജെനുവിൻ ഡൗട്ട് ആണെന്ന് തോന്നുന്നു. സാർ ഒന്ന് ഉത്തരം കൊടുത്താട്ടെ. ഇതാണ് ജെയിംസ് സാറേ, അദ്ദേഹത്തിന്റെ പെർസ്പെക്റ്റീവ്, അദ്ദേഹത്തിന്റെ ചിന്താഗതി അനുസരിച്ച് തമിഴും പിന്നെ സംസ്കൃതമാണ് ഏൻഷ്യന്റ് ലാംഗ്വേജസ്. അതായത് ഒരു കോമൺ സംസ്കാരം. അപ്പൊ അതുകൊണ്ട് അതൊരു കോമൺ സംസ്കാരത്തിൽ നിന്ന് വരുന്നതല്ലേ എന്നാണ്. അപ്പോ ഇന്ത്യൻ സംസ്കാരമാണ് ഇവിടുത്തെ ഏറ്റവും പ്രാചീനം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതാണ് അതിന് ഒരു സാധ്യതയും. ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ജെയിംസ് സാർ സംസാരിച്ചാ പോരെ? ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ ശരി പറയാമല്ലോ. പറഞ്ഞാട്ടെ. നമ്മുടെ അർജുനൻ ചോദിച്ചതാ. ഓക്കെ. അർജുനൻ ചോദിച്ചത് ആദ്യത്തെ ഭാഷ ഏതാണ്? ഞാന് ഒരു വാക്യം വായിക്കാം. അതായത് ഈ ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. 6 മുതൽ ഞാൻ വായിക്കാം, 6, 7. അപ്പോൾ യഹോവ ഇതാ ജനം ഒന്ന്, അവർക്കെല്ലാവർക്കും ഭാഷ ഒന്ന്, ഇതും അവർ ചെയ്തു തുടങ്ങുന്നു, അവർ ചെയ്യുവാൻ നിരൂപിക്കുന്ന ഒന്നും അവർക്ക് അസാധ്യമാവുകയില്ല.
വരുവിൻ നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ കലക്കി കളയുക എന്ന് അരുളി ചെയ്തു. അപ്പം ഇന്ന് കേരളത്തില് എല്ലാ ജനവും ഒരേ ഭാഷ സംസാരിക്കുന്നു വന്നിട്ട് പറയാണ് ഈ ഇത് ശരിയാവത്തില്ല, ഇവരുടെ ഭാഷ ഒന്ന് കലക്കി. വേറെ ഈ ലോകത്ത് വേറെ ഒന്നുമില്ല, കേരളക്കാർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഭാഷ കലക്കി കളയുക എന്ന് പറഞ്ഞാൽ അവിടെ ആയിരക്കണക്കിനോ അല്ലെങ്കിൽ 500 കണക്കിനോ ഭാഷകൾ വന്നപ്പോഴത്തേക്ക് അതില് ആദ്യത്തെ ഭാഷ ഏതാന്ന് ചോദിച്ചാൽ അതല്ലേ കലക്കിക്കളഞ്ഞത്. ആർക്കും തിരിച്ചറിയത്തില്ലല്ലോ ആ ഭാഷ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്നുണ്ടായിരുന്ന ഭാഷ കലക്കി കളഞ്ഞപ്പോൾ പിന്നെ ആ ഭാഷ അവിടെ ഉള്ള ആർക്കും അറിയത്തില്ല. അപ്പൊ മറ്റ് ഭാഷകളാണ്, അങ്ങനെയാണ് അവർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പോയത്. ശരി, ഞാൻ മനസ്സിലാക്കിയത് ഇത്രയാണ് സാറേ. പറഞ്ഞോളൂ സാറേ. ഹലോ, കേട്ടായിരുന്നു ഞാൻ പറഞ്ഞത്? കേൾക്കായിരുന്നു. വളരെ വളരെ ശരിയാ ചെങ്ങുഞ്ഞ സാറേ. അതായത് ആദാമിന്റെ കാലത്ത് ഏതോ ഭാഷ സംസാരിച്ചിരുന്നു. ആ ഭാഷ ഏകദേശം BC 2300 അടുപ്പിച്ച് നോഹയുടെ കാലത്ത്, അതായത് ഒരു 4300 വർഷങ്ങൾക്ക് മുമ്പേ കലക്കപ്പെട്ടു. അങ്ങനെയാണ് അനേക ഭാഷകളായിട്ട് അത് മാറിയത്. അപ്പൊ ആ ഒറിജിനൽ ഭാഷ നിലവിലില്ല, അത് കലങ്ങിപ്പോയി, കൺഫ്യൂസ്ഡ് ആയി. അതിന് ബാബേൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അത് സംഭവിച്ചത്. അതുകൊണ്ട് ഈ ഭാഷയുടെ കൺഫ്യൂഷൻ ഇപ്പം പറയുന്നത് ബാബ്ലിംഗ് എന്നാണ്. കൺഫ്യൂസ്ഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ബാബ്ലിംഗ് എന്നാണ്. ആ വാക്ക് തന്നെ വന്നിരിക്കുന്നത് ബാബേൽ എന്നുള്ള വാക്കിൽ നിന്നാണ്. ഭാഷ കലങ്ങിപ്പോയി അവിടെ വെച്ച്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 4300 വർഷങ്ങൾക്ക് മുമ്പേ സംഭവിച്ച ഒരു കാര്യമാണ്. അതിനുശേഷമാണ് ഈ വിവിധ ഭാഷകൾ ഉണ്ടായത്. വിവിധ ഭാഷാകുലങ്ങളായിട്ട് ഇന്നത്തെ ഭാഷയെ തരംതിരിച്ചിട്ടുണ്ട്. ആ ഭാഷാകുലങ്ങളുടെ കുലങ്ങൾക്കൊക്കെ പേര് കൊടുത്തേക്കുന്നത് നോഹയുടെ മക്കളുടെ പേരുകളൊക്കെയാ. ജാഫറ്റിക്, ഹാമൈറ്റിക്, ഇങ്ങനെ പേര് പോലും കൊടുത്തേക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം അതൊരു റിയൽ ആയിട്ടുള്ള സംഭവം. മാത്രമല്ല ഇതിന് ഒരുപാട് എവിഡൻസസും ഉണ്ട് ഇങ്ങനെ ഒരു കലക്കം ഉണ്ടായിരിക്കണമെന്ന്. കാരണം ഭാഷകളെല്ലാം തമ്മിൽ നമ്മൾ ആ ബന്ധം കാണുന്നുണ്ട്. ഒരു ഭാഷയിൽ നിന്ന് ഉണ്ടായതാണ് ആ ബൈബിളിൽ പറഞ്ഞേക്കുന്ന ഉൽപ്പത്തി 11 പറഞ്ഞേക്കുന്നത് ശരിയാകാനാണ് സാധ്യത എന്ന് തോന്നത്തക്ക വിധത്തില് ഈ ഭാഷകളെല്ലാം തമ്മിൽ പലതും കോമൺ. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഫാദർ, പിതാവ്, മലയാളത്തിൽ പിതാവ്, പിതൃ സാൻസ്ക്രിറ്റില്, പിതാ ഹിന്ദിയില്. അതുപോലെ ഈ അനേക വാക്കുകൾക്ക് ഈ കോമൺ ഇത് കാണാം. അതിൽ നിന്ന് തന്നെ ഈ ഭാഷയെല്ലാം ഒന്നായിരുന്നു എന്നും ഒരേ റൂട്ടിൽ നിന്നാണ് ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം ബൈബിളിന്റെ ഉൽപ്പത്തി പുസ്തകം 11 പറഞ്ഞേക്കുന്നത് അതാണ് ലൈക്ലി സ്റ്റോറി അല്ലെങ്കിൽ സത്യം, അതാണ് ലൈക്ലി ഇൻസിഡന്റ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇനിയും പ്രിയ അർജുൻ പറഞ്ഞത് നമുക്ക് നോക്കാം. എന്നായിരിക്കും ഈ വേദ ഭാഷകള് ഫോം ചെയ്തത്? വേദങ്ങൾ ഉണ്ടായത് BC 1500 തൊട്ട് 1200 വർഷം വരെയുള്ള കാലഘട്ടത്തിലാണെന്നാണ് ഹൈന്ദവ പണ്ഡിതന്മാരൊക്കെ പറയുന്നത്. പക്ഷെ അത്രയും പോലും പഴക്കം വേദങ്ങൾക്കില്ല. അപ്പൊ ആ കാലത്താണ് ഇതുണ്ടായിരിക്കാനുള്ള സാധ്യതയെന്നാണ് പലരും പറയുന്നത്. പക്ഷേ മറ്റു പല ഭാഷാശാസ്ത്രജ്ഞന്മാരും പറയുന്നത് AD എന്താ യേശുക്രിസ്തുവിന്റെ ജനനത്തിന് ശേഷമാണ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത്. അതിനു മുമ്പേ പാലി ഭാഷ പോലുള്ള വളരെ പ്രാകൃത ഭാഷകളായിരുന്നു ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. ഇനി അവര് പറയുന്നത് നമ്മൾ അങ്ങ് എടുത്താൽ തന്നെ ഈ യഹൂദ ചരിത്രമൊക്കെ തുടങ്ങി ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇവരുടെ ഭാഷയും സംസ്കാരവും ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതെന്ന് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തമിഴും ഒരു 300 BC തൊട്ട് 300 AD വരെയുള്ള സംഘകാലത്താണ് തമിഴ് ഡെവലപ്പ് ചെയ്തതെന്നാണ് പൊതുവെ പറയുന്നത്. ഇതൊക്കെ പൊതുവേ ഉള്ള പറച്ചിലുകളാണ്. എന്നാൽ ഈ സാൻസ്ക്രിറ്റ് ഭാഷ എന്ന് ഡെവലപ്പ് ചെയ്തെന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള വേണ്ടതിലധികം തെളിവുകൾ ധാരാളം കിട്ടിയിട്ടുണ്ട്. അബ്രഹാം തന്നെ ജീവിച്ചിരുന്നത് 2000 വർഷങ്ങൾക്ക് മുമ്പാണ്. എബ്രായ ഭാഷ എന്ന് പറയുന്ന അബ്രഹാമിന്റെ ഒരു മുൻഗാമിയായിരുന്ന ഏബറിൽ നിന്നാണ് ആ ഭാഷയുടെ പേര് തന്നെ വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2300 വർഷങ്ങൾ കഴിഞ്ഞ ആ സമയത്ത് തന്നെ തുടങ്ങിയ ഭാഷയാണ് എബ്രായ ഭാഷ എന്നുള്ളതിന് ഇഷ്ടംപോലെ തെളിവുകളുണ്ട്. അപ്പൊ എബ്രായ ഭാഷ സാൻസ്ക്രിറ്റിനേക്കാളും അല്ലെങ്കിൽ തമിഴിനേക്കാളും ഒക്കെ എത്രയോ പ്രാചീന ഭാഷയാണ്. അപ്പൊ ഇതിനെല്ലാം ഉള്ള തെളിവുകൾ
ചരിത്രകാരന്മാർ ഇന്ന് പ്രസന്റ് ചെയ്യുന്നുണ്ട്, അത് അംഗീകരിക്കപ്പെടുന്നുണ്ട്. ഇപ്പൊ ഈ സാൻസ്ക്രിറ്റ് വളരെ പഴയ ഭാഷയാണെന്നൊക്കെ പറയുന്ന അവകാശവാദം തീർത്തും പൊള്ളയാണ്. ഇനി ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കേണ്ടത്, ഈ സാൻസ്ക്രിറ്റിന്റെ പോലും ഗ്രാമർ ഒക്കെ ഉണ്ടാക്കിയത് മിഷണറിമാരാണ്. സാൻസ്ക്രിറ്റിന്റെയും ഹിന്ദിയുടെയും ഒക്കെ ഗ്രാമർ ഒക്കെ എഴുതിയത് മിഷണറിമാരാ. അപ്പൊ ആ കാലം വരെ ഇതൊരു ചിട്ടയുമില്ലാത്ത ഒരു പ്രാകൃത ഭാഷ പോലെ കഴിയുകയായിരുന്നു. മിഷണറിമാർ വന്നാണ് ഇതിന് ഗ്രാമറും ഒക്കെ എഴുതി ഇതൊക്കെ ചിട്ടപ്പെടുത്തി. ഇന്ത്യയിലെ പല ഭാഷകളുടെ അവസ്ഥ അത് തന്നെയാണ്. അപ്പം വാസ്തവത്തില് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ അല്ലെങ്കിൽ മിഷണറിമാരുടെ ഒരു സംഭാവനയായ ഈ ഗ്രീക്കിന്റെ ആധുനിക ഭാവം എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, യേശുക്രിസ്തു ആണ് ഇതിന്റെ എല്ലാ അടിസ്ഥാനം എന്ന് പറയാനായിട്ട് സാധിക്കും. മാത്രമല്ല ഇന്നത്തെ ഈ ഭാഷകൾക്കൊക്കെ എത്രയോ മുമ്പ് ബൈബിളിന്റെ ലിഖിത രൂപം ലഭ്യമായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കണം. അത് എബ്രായ ഭാഷയിലായിരുന്നു. ഞാൻ അത്രയും പറഞ്ഞു നിർത്തുക. സിസ്റ്ററെ, താങ്ക് യു ജെയിംസ് സാറേ, താങ്ക് യു വെരി മച്ച്. അർജുന് കാര്യം മനസ്സിലായോ? ഒരു സെക്കൻഡ് ബോബി അവൻ താഴെ വന്ന് ഇരിപ്പുണ്ട് കേട്ടാ, അവനെ ഒന്ന് നോക്കിക്കോണം. നോക്കിക്കോളാം. കേറി വരട്ടെ അച്ഛാ, കേറി വരട്ടെ, നോക്കിക്കോളാം. ഞാൻ നോക്കി തന്നെ ഇരിക്കുന്നു. മാത്രമല്ല അവൻ പ്രതികരിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കിക്കോണം, മരുന്ന് ഏക്കുന്നുണ്ടെന്ന്. ഈ വാക്സിൻ കൊടുക്കുമ്പോൾ പനി വരുന്ന ഒരു നല്ല സൈനാന്ന് പറയുമല്ലോ. എന്ന് പറഞ്ഞാൽ ഇവന് വട്ടളകുന്നത് നമ്മൾ കൊടുക്കുന്ന മരുന്ന് ഏക്കുന്നതിന്റെ ഒരു ലക്ഷണമാണ്. സത്യം. അതുകൊണ്ടാ ഞാൻ അവിടെ കമന്റ് എഴുതിയത്, പോയി ചത്തൂടെ ഇവന്. അർജുന് മനസ്സിലായോ? അർജുൻ ക്ലിയർ ആയോ? മനസ്സിലായി. ഓക്കെ, അർജുൻ പഠിക്കണം. അർജുൻ ഭാഷകളെ പറ്റി പഠിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ന് എല്ലാം യൂട്യൂബിൽ വളരെ നല്ലതൊക്കെ അവൈലബിൾ ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഗഹനമായി പഠിച്ചവരൊക്കെ ഉണ്ട്. നമുക്കൊരു ബുക്ക് തന്നെ ഉണ്ട്, വളരെ വ്യക്തമായിട്ടൊരു ബുക്ക് തന്നെ, ലെറ്റ് ദെയർ ബി ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്കുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് അർജുന് വേണമെങ്കിൽ ഞങ്ങൾക്ക് തരാൻ കഴിയും. അങ്ങനെ ഒരു ബുക്കുണ്ട്, ഞാൻ വേണമെങ്കിൽ എൻ്റെ പ്രൊഫൈലിൽ അപ്ഡേറ്റ് ചെയ്യാം. നമ്മുടെ ഇന്ത്യയിലെ ഭാഷകളുടെ ഡെവലപ്മെന്റ്സ്, അതിൽ മിഷണറിമാരുടെ ഇൻവോൾവ്മെന്റ്സ്, ഇതൊക്കെ അറിയാൻ പറ്റുന്ന വളരെ നല്ലൊരു ബുക്കാണ്. ഇത് ഒരു പ്രബന്ധമാണ്, എൻ്റെ അറിവനുസരിച്ച് ഡോക്ടറേറ്റ് ഒരു പ്രബന്ധമാണത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ പ്രൊഫൈലിൽ അപ്ഡേറ്റ് ചെയ്യാം. അത് ബുക്ക് അവൈലബിൾ ആണ്. വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ അപ്ഡേറ്റ് കേൾക്കാൻ പറ്റുന്നില്ല. ബോബി ബ്രദറെ, ഇംഗ്ലീഷിലാണല്ലേ? ഇംഗ്ലീഷിലും ഉണ്ട്, മലയാളത്തിലും ഉണ്ട്. അപ്ഡേറ്റ് ചെയ്തേക്കൂ. ഓക്കെ, എന്റെ പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്താൽ ഒരു 5 മിനിറ്റിനുള്ളിൽ. ഓക്കെ അർജുൻ, അതിന്റെ കൂടെ ബൈബിൾ വായിക്കാൻ ശ്രമിക്കൂ. നിങ്ങളെ മതം മാറ്റാനോ കൺവേർട്ട് ചെയ്യാനോ ഒന്നുമല്ല. ഇറ്റ് ഈസ് ഗുഡ് ടു നോ വാട്ട് ബൈബിൾ സേ. ബൈബിൾ എന്താണ് പറയുന്നത് ലോക ആരംഭത്തെ പറ്റി, മനുഷ്യകുലത്തിന്റെ ചരിത്രത്തെ പറ്റി, ഇതൊക്കെ